എടാ, മായമ്മയും അമ്മയും ത്രിവേണി കുഞ്ഞമ്മയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ അർജുനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പ്രശ്നം തീർക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? അവരെ പ്രശ്നം തീർക്കാനേ അമ്മയല്ല അച്ഛനാണ് തീരുമാനിക്കണ്ടേ. നമുക്കൊന്ന് ഇടപെട്ടാലോ? നമ്മൾ എത്രയോ പ്രാവശ്യം ശ്രമിച്ചിരിക്കണു. അന്ന് അച്ഛനെ കുത്തിരിപ്പിക്കാൻ ആ വക്കീലുണ്ടായിരുന്നു. ഇന്ന് അച്ഛനെ കുത്തിരിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ നമുക്ക് വേണ്ടി അച്ഛൻ കേൾക്കും. നമുക്കിപ്പം തന്നെ പോവാ. മായ പോയി, ഇനി ഞാൻ തന്നെ ചെയ്യണം. ഞാനാണ് അവളുടെ ജോലി കളഞ്ഞെന്ന് അവൾ അറിയരുത്. പറ്റിയ 2 ദിവസത്തിനകം അവൾക്കൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കണം. അച്ഛാ, അച്ഛനെ പേടിക്കുന്നേ? ഞാൻ പേടിച്ചില്ല. എന്താ നിങ്ങൾ വന്നെന്താ? അച്ഛാ, അച്ഛൻ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൂടെ? അമ്മയായിട്ട് എന്ത് പ്രശ്നം? അച്ഛനമ്മ ജോലിക്ക് പോകുന്നോണ്ട് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? അമ്മ ജോലിക്ക് പോകുന്നോണ്ട് എനിക്കെന്താ പ്രശ്നം? അമ്മ എപ്പോഴും ജോലിക്ക് പോകുന്നില്ലേ? അച്ഛാ, കോടതി വെച്ച് എല്ലാം പറഞ്ഞു തീർത്തല്ലേ, പിന്നെ അച്ഛനെ വീണ്ടും തുടങ്ങിയത്. അമ്മയ്ക്ക് അച്ഛനോട് യാതൊരു പ്രശ്നവും ഇല്ല. വഴക്കാണെങ്കിൽ അമ്മ ഞങ്ങളുടെ റൂമിലല്ലേ വരേണ്ടത്. ഇപ്പൊ അച്ഛൻ്റെ കൂടെ അല്ലേ അമ്മ കിടക്കുന്നത്. അപ്പം തന്നെ അച്ഛന് മനസ്സിലായിക്കൂടെ അമ്മയ്ക്ക് അച്ഛനോട് യാതൊരു പ്രശ്നമില്ലെന്ന്? മോളെ, അച്ഛനൊരു പ്രശ്നവും ഇല്ല. മായമ്മ പോയി, ഇപ്പൊ അച്ഛനെ പറഞ്ഞു തിരിപ്പിച്ച വക്കീലും പോയി. ഇനി അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചു. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു പിള്ളേരെ? ഭക്ഷണം കഴിക്കൊന്നും വേണ്ടേ? വാ. അമ്മ, ഞങ്ങൾക്ക് അച്ഛനോടും അമ്മേന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ. എന്ത് കാര്യം? അമ്മയ്ക്ക് അച്ഛനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്കോ? എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. അച്ഛൻ എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? എനിക്കെന്ത് ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ പ്രശ്നം? എന്നാ വാച്ച, നമുക്ക് ഒരുമിച്ച് ഇന്ന് കഴിക്കാം. അമ്മ, അച്ഛനെ വിളി. ഓനേട്ടാ, വാ ഭക്ഷണം കഴിക്കാം. അമ്മ വിളിച്ച് കേട്ടില്ല അച്ഛാ. വാ നടക്ക്. ചെല്ലമ്മ വരാം.